പാർട്ടി സഖാക്കൾ നേരിട്ട് ആക്രമണം എത്രയെന്നൊക്കെ വളരെ വിശദമായി സംസാരിച്ചു പി ജയരാജൻ തില്ലങ്കേരിയിൽ ചേർന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ. ശ്രീ രാജേഷ് തില്ലങ്കേരി, അങ്ങ് കേട്ട് കാണുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. വളരെ കൗതുകത്തോടെയാണ് അങ്ങടക്കമുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഈ പി ജയരാജന്റെ തില്ലങ്കേരിയിലേക്കുള്ള വരവ് അത് കാത്തിരുന്നത്. കാരണം പി ജയരാജന്റെ തന്നെ വാക്കുകളിൽ ഗോളാന്തര വാർത്ത പോലെയാണ് മാധ്യമങ്ങൾ ഈ വാർത്ത കൈകാര്യം ചെയ്തത്. പ്രതിപക്ഷവും ആ നിലയ്ക്ക് തന്നെ ഈ വാർത്ത കൈകാര്യം ചെയ്തു. ഒടുവിൽ ആ രാഷ്ട്രീയ വിശദീകരണ യോഗം എണ്ണി പറഞ്ഞു കാര്യങ്ങൾ പി ജയരാജൻ. ഇനി എന്തെങ്കിലും അവ്യക്തതയുണ്ടോ? അല്ല ഫിറോസ്, ഇതിൽ നമുക്ക് പറയാനുള്ളത് വ്യക്തതയുണ്ടാക്കാനുള്ള CPM-ന്റെ ശ്രമം നമുക്ക് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇതിലതല്ല വിഷയം. നമ്മൾ സംസാരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ജയരാജൻ എത്രയോ വൈകിപ്പോയിരിക്കുന്നുള്ളതാണ്. പി ജയരാജൻ ഈ വിഷയത്തിൽ, അതായത് തില്ലങ്കേരിയുടെ പേരിൽ ദുഷ്പേരുണ്ടാക്കുന്ന രീതിയിൽ അവിടെ ഗുണ്ടായിസവും മറ്റു തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് പോലുള്ള നിരവധി വിഷയങ്ങളിൽ ആരോപണ വിധേയരായ സ്വന്തം അണികളെ, അതായത് ഫാൻസുകാരെ നിലക്ക് നിർത്താൻ വേണ്ടി പി ജയരാജൻ ഏറ്റവും വൈകിയാണ് രംഗത്തെത്തിയത് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. എന്തുകൊണ്ടാണ് CPM ഇത്രയേറെ പ്രതിരോധത്തിലായത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആകാശ് തില്ലങ്കേരി, അതുപോലെ തന്നെ കുറേ തില്ലങ്കേരിമാരുണ്ട്. ഈ തില്ലങ്കേരിമാരായ ഗുണ്ടകളെയൊക്കെ ഇത്രയും വലിയ രീതിയിൽ വളർത്തി ഈ രീതിയിലേക്ക് ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന, നമ്മുടെ നാടിന് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം CPM നേതൃത്വത്തിനുണ്ട്. പി ജയരാജൻ മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ ഈ ആകാശ് തില്ലങ്കേരി ഒന്നും ഈ നിലയിലേക്കുള്ള വലിയ ഗുണ്ടയായി മാറില്ലായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? നിരവധിയായ കേസുകളിൽ പ്രതിയാവുകയും വലിയ രീതിയിലുള്ള വലിയ ഗുണ്ടയായി കേരളം മുഴുവൻ അല്ലെങ്കിൽ മലയാളികൾ മൊത്തം അറിയപ്പെടുന്ന രീതിയിലേക്ക് ആകാശ് തില്ലങ്കേരിയും കൂട്ടരും മാറിയതിനു ശേഷം ഈ പാർട്ടി ഏറ്റവും കൂടുതൽ ആകാശ് തില്ലങ്കേരിയും കൂട്ടരും മാറിയതിനു ശേഷം എന്ന് അങ്ങ് പറയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കൃത്യമായും ആകാശ് തില്ലങ്കേരിയുടെ ഒരു പശ്ചാത്തലം അങ്ങേക്ക് അറിയാമല്ലോ. തില്ലങ്കേരി സ്വദേശി എന്ന നിലയിൽ ആകാശ് തില്ലങ്കേരിയുടെ അച്ഛൻ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. ആകാശ് തില്ലങ്കേരി എവിടെ നിന്ന് രൂപപ്പെട്ടു വന്നു, എങ്ങനെ വളർന്നു വന്നു എന്ന് വളരെ ചുരുക്കി അങ്ങൊന്ന് പറയാമോ? തീർച്ചയായും ഈ പി ജയരാജൻ എന്ന കൂത്തുപറമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി എത്തിയ ആകാശ് തില്ലങ്കേരി, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പിൽ എത്തിയതിനു ശേഷം പി ജയരാജൻ എന്ന നേതാവിനോടുള്ള അമിതമായ ഭക്തി എന്നേ പറയാൻ പറ്റുള്ളൂ, ഫാൻസുകാരെന്ന് പറയാൻ പറ്റില്ല. ഈ ഭക്തി ആണ് പിന്നീട് വളർന്ന് വികസിച്ച് ഈ രീതിയിലേക്ക് ആകാശ് തില്ലങ്കേരി എന്ന വ്യക്തി മാറുന്നത്. ഈ ആകാശ് തില്ലങ്കേരി എന്നുള്ള പേരൊക്കെ വളരെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. കുറെ കേസുകളിലൊക്കെ പ്രതിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അദ്ദേഹം ആകാശ് തില്ലങ്കേരി എന്ന പേര് സ്വീകരിക്കുകയും അത് എളുപ്പമാണ്. കാരണം തില്ലങ്കേരി എന്നുള്ള പേരിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ളത് കൊണ്ട് തന്നെ ഈ തില്ലങ്കേരി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഈ രക്തസാക്ഷികളെ അടക്കം ഏറ്റവും കൂടുതൽ നാണിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് ഇദ്ദേഹം നടത്തിയത്. കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ ഒരു പാരമ്പര്യമുള്ള അല്ലെങ്കിൽ നിരവധി കർഷക പോരാട്ടങ്ങൾ നടന്ന ഒരു ഭൂമികയായ തില്ലങ്കേരിയുടെ പേരുപയോഗിച്ചുകൊണ്ട് ഗുണ്ടായിസം നടത്തുകയും പിന്നീട് 2 കൊലക്കേസുകളിൽ പ്രതിയാവുകയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വർണ്ണക്കടത്ത് പോലുള്ള വലിയ തരത്തിലുള്ള മറ്റ് പ്രൊഫഷണൽ ഗുണ്ടായിസത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യുകയുണ്ടായത്. അതെ, അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായും ആകാശ് തില്ലങ്കേരി തന്നെ വിശദീകരിച്ച് കഴിഞ്ഞല്ലോ. അതാണല്ലോ ഇത്രയും വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നത്. തങ്ങളെ കൊട്ടേഷൻ ഏൽപ്പിച്ചവരൊക്കെ സഹകരണ സംഘങ്ങളിലും അവിടെയൊക്കെ ജോലി കിട്ടി. പക്ഷെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കിയ കൊലപാതകം നടപ്പാക്കിയ ഞങ്ങൾ പട്ടിണിയായി എന്ന് കൃത്യമായും ആകാശ് തില്ലങ്കേരി തന്നെ പറയുന്നുണ്ട്. അതിനെ അനുകൂലിച്ചുകൊണ്ട് തില്ലങ്കേരിമാർ, അങ്ങ് പറഞ്ഞതുപോലെ തില്ലങ്കേരിമാർ രംഗത്ത് വരുന്നുമുണ്ട്. ശ്രീ അജിസ്